ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. തൂത്തുക്കുടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രിയും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളോടെ കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെത്തി ധീര രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തി. സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ തേവലക്കര ഹൈസ്കൂൾ മാനേജരെ പിരിച്ചുവിട്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. UK മാലദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. രാത്രി 8 മണിയോടെ തൂത്തുക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് വൈദ്യുതി വിതരണം ചെയ്യാനുള്ള അന്തർ സംസ്ഥാന വൈദ്യുതി പ്രസരണ പദ്ധതിക്ക് തറക്കല്ലിടും. നാഗർകോവിൽ ടൌൺ, കന്യാകുമാരി, ആരൽവായ്മൊഴി, നാഗർകോവിൽ ജംഗ്ഷൻ ഇരട്ട റെയിൽപാതകളും പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരം കന്യാകുമാരി പദ്ധതിയിൽ ഉൾപ്പെട്ട നാഗർകോവിൽ മുതൽ കന്യാകുമാരി വരെയുള്ള 21 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കലിന് 650 കോടിയാണ് ചെലവ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി ഇന്ന് രാജ്യം കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിന്റെ 26ാം വാർഷികമാണിന്ന്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സേനാ മേധാവിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിലും കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. ധീര രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തി. പാളയം യുദ്ധസ്മാരകത്തിൽ എയർ വെറ്ററൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വേണു വടക്കേടവും ഗ്രൂപ്പ് ക്യാപ്റ്റൻ പി കർമ്മചന്ദ്രനും പുഷ്പചക്രം അർപ്പിച്ചു. റിട്ടയർഡ് ഡിഫൻസ് സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ അമർ ജവാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പുഷ്പാർച്ചന നടത്തി. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വിജയ് ദിവസിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി ദീപശിഖ പ്രയാണവും യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടത്തും. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിലെ കാർഗിൽ സ്മാരകത്തിൽ പരിപാടി സംഘടിപ്പിച്ചു. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേം കൃഷ്ണൻ IAS കാർഗിൽ യുദ്ധസ്മാരകത്തിലും മഹാത്മാഗാന്ധി പ്രതിമയിലും പുഷ്പാർച്ചന നടത്തി. കാർഗിൽ വിജയ് ദിവസ് 26ാം വാർഷികത്തിൽ BJP കൊല്ലം നഗരത്തിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ ഡിന്നി ഉദ്ഘാടനം ചെയ്തു. വീരചരമം പ്രാപിച്ച സെക്കൻഡ് ലഫ്റ്റനന്റ് രാധാ മോഹൻ നരേഷിന്റെ ആശ്രാമത്തെ സ്മൃതി കുടീരത്തിലെ പ്രതിമയിൽ അദ്ദേഹം ഹാരാർപ്പണം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. പരിപാടിയുടെ മലയാള പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്ത് വ്യാപക മഴ. 3 ദിവസം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ മത്സ്യബന്ധനം പാടില്ല. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മഴയിലും ശക്തമായ കാറ്റിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
പത്തനംതിട്ട ജില്ലയിൽ ഇന്നും മഴ തുടരുകയാണ്. ഇന്ന് രാവിലെ പന്തളം പ്രദേശങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ പന്തളം പുഴുക്കാട് UP സ്കൂളിന്റെ മുറ്റത്തെ മരം കടപുഴകി വീണു. മതിലും വൈദ്യുതി ലൈനും തകർത്ത് റോഡിലേക്ക് വീണെങ്കിലും അപകടം ഒഴിവായിട്ടുണ്ട്. ജില്ലയിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞുണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും മരം ഒടിഞ്ഞു വീണ് ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയുള്ളതിനാൽ പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഇരു ഡാമുകളുടെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കലക്ടർ അറിയിച്ചു. കൊല്ലം, തെന്മല, പരപ്പാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഡാമിന്റെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്നു. പരമാവധി 80 സെന്റിമീറ്റർ വരെ പടിപടിയായി ഉയർത്തി അധിക ജലം കല്ലടയാറ്റിലേക്ക് ഒഴുക്കിവിടും. തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്നലെ അർദ്ധരാത്രിയിലും പുലർച്ചെയും വീശിയടിച്ച കാറ്റിൽ പലയിടങ്ങളിലും വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി. പഴയങ്ങാടിക്കടുത്ത് പാലക്കോട് തോണിമറിഞ്ഞ ഒരാളെ കാണാതായി. തളിപ്പറമ്പ്, തൃച്ചംബരം, ചൊറുക്കുള, വെള്ളാരംപാറ, വളക്കൈ, മുയ്യം, വരടൂൽ, പ്ലാത്തോട്ടം, പാലേരിപ്പറമ്പ്, ഒടുവള്ളി എന്നിവിടങ്ങളിലും മരം വീണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പള്ളിക്കുന്ന് സെൻട്രൽ ജയിലിന് സമീപം കൂറ്റൻ തേക്കുമരം മുറിഞ്ഞു വീണു. കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. ജയിൽ ചാടി മണിക്കൂറുകൾക്കകം പിടിയിലായ കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 7:30ഓടെയാണ് കനത്ത സുരക്ഷയിൽ വിയ്യൂരിലേക്ക് കൊണ്ടുപോയത്. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ തേവലക്കര ഹൈസ്കൂളിലെ മാനേജരെ പിരിച്ചുവിട്ടു. താൽക്കാലികമായി സ്കൂൾ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കുട്ടിയുടെ കുടുംബത്തിന് ഉടൻ ധനസഹായം നൽകും. പുതിയ വീട് വെച്ച് നൽകും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ഓൺലൈൻ വഴിയാണ് യോഗം. സംസ്ഥാന പോലീസ് മേധാവിയുടെ സമ്പൂർണ്ണ ക്രൈം കോൺഫറൻസ് ചേരുന്നു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്താണ് യോഗം. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ക്രൈം കോൺഫറൻസാണ് ഇത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഒറ്റ കുടക്കീഴിലാക്കി ഓൺലൈൻ വിൽപ്പനയ്ക്കൊരുങ്ങുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പോക്കറ്റ് മാർട്ട് എന്ന ഓൺലൈൻ സ്റ്റോർ ആഗസ്റ്റ് ആദ്യവാരത്തോടെ പ്രവർത്തനം ആരംഭിക്കും. ഓണത്തിനായുള്ള പ്രത്യേക ഹൈലൈറ്റ് 799 രൂപ വരെ വിലയുള്ള ഉൽപ്പന്നങ്ങളടങ്ങിയ കിറ്റാണ്. ആദ്യഘട്ടത്തിൽ 1000ഓളം ഉൽപ്പന്നങ്ങളാണ് സ്റ്റോറിൽ ലഭ്യമാകുക. പോക്കറ്റ് മാർട്ട് ഓൺലൈൻ സ്റ്റോർ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സംസ്ഥാനത്തെ ഏത് ജില്ലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഈ ആപ്പിലൂടെ ഓർഡർ ചെയ്യാം. ശബരിമലയിലെ അരവണ, ഉണ്ണിയപ്പം എന്നിവയുടെയും പമ്പ, നിലയ്ക്കൽ ദേവസ്വങ്ങളിലെ പ്രസാദങ്ങളുടെ നിർമ്മാണത്തിനാവശ്യമായ നെയ്യ് മിൽമയിൽ നിന്ന് വാങ്ങും. ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മിൽമയും ഉടൻ കരാർ ഒപ്പിടുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. ജോർജിയയിലെ ബാത്തുമിയിൽ ഇന്ന് വൈകിട്ട് 4:30 മത്സരം. 2ാം മത്സരം നാളെ നടക്കും. സമനില വന്നാൽ മറ്റന്നാൾ നടക്കുന്ന ടൈ ബ്രേക്കറിലൂടെ വിജയിയെ നിശ്ചയിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന്റെ 4ാം ദിനമായ ഇന്ന് ഇംഗ്ലണ്ട് 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. ശിക്ഷ, സംസ്കൃതി, ഉത്ഥാൻ ന്യാസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭയ്ക്ക് നാളെ ഇടപ്പള്ളി അമൃത മെഡിക്കൽ കോളേജിൽ തുടക്കമാകും. ഇതിന് മുന്നോടിയായുള്ള ദേശീയ വിദ്യാഭ്യാസ ചിന്തൻ ബൈഠക്കിന് പിറവത്ത് തുടക്കമായി. RSS സർ സംഘചാലക് മോഹൻ ഭഗവത്തും രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും ചിന്തൻ ബൈഠക്കിൽ പങ്കെടുക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം പവന് 400 രൂപ കുറഞ്ഞ് 73,280 രൂപയും ഗ്രാമിന് 50 രൂപ താഴ്ന്ന് 9,160 രൂപയുമാണ് ഇന്നത്തെ വില. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ആഗസ്റ്റ് 7 വരെ പേര് ചേർക്കാനും തിരുത്താനും അവസരം. 2025 ജനുവരി 1-നകം 18 വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാം. കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പേര് ചേർക്കാനും തിരുത്താനും വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന അടുത്ത മാസം 1 മുതൽ 23 വരെ നടക്കും. 3670 കൺട്രോൾ യൂണിറ്റുകളും 9750 ബാലറ്റ് യൂണിറ്റുകളുമാണ് ജില്ലയിലുള്ളത്. ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവ്. ഈ മാസം 31 വരെ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയാണ് വിലക്കുറവ് നൽകുന്നത്. സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ 10% വരെ അധിക വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. തൂത്തുക്കുടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രിയും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളോടെ കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെത്തി ധീര രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തി. സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജരെ പിരിച്ചുവിട്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി.
സംസ്ഥാനത്ത് വ്യാപക മഴ, 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.